പഠിച്ച് ഇത്രയും സമയം പഠിച്ചു വന്നത് എന്താ മനസ്സിലായത്? അയോണിക് ബോണ്ടിങ്ങിലൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ആയിട്ടുണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലത്തെ ഇലക്ട്രോൺസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് അറിയില്ല, ഒരു മോളിക്യൂള് തന്നു, ആ മോളിക്യൂള് എന്താ പറയാ കോവലന്റ് ബോണ്ടാണോ അതോ അയോണിക് ബോണ്ടാണോ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അറ്റോമിക് നമ്പർ അനുസരിച്ച് നമ്മൾ ഇലക്ട്രോൺസിനെ വെക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്, ഈ രണ്ട് ഒരേ ആറ്റങ്ങളാണെങ്കിൽ നമുക്ക് ഉറപ്പായി. രണ്ടും ഒരേ എലിമെന്റിന്റെ ആറ്റങ്ങളാണെങ്കിൽ അത് കോവലന്റ് ബോണ്ട് തന്നെയായിരിക്കും അല്ലെ. രണ്ടുപേരുടെയും, കാരണം രണ്ടുപേരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരേ ഇലക്ട്രോൺസ് ആയിരിക്കും, രണ്ടുപേരുടെയും ആവശ്യം ഒന്ന് തന്നെയായിരിക്കും. അതേസമയം അയോണിക് ബോണ്ടിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? അതില് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരെണ്ണാണ് എങ്കിൽ മറ്റേതിന്റെ 7 ആയിരിക്കും. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടാണ് അവര് തമ്മിൽ ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്കത് നോക്കിയിട്ട് കോവലന്റ് ബോണ്ട് ആണോ അയോണിക് ബോണ്ട് ആണോ എന്ന് മനസ്സിലാക്കാം. കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂൾ എടുത്താൽ CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് 4 ക്ലോറിൻ ആറ്റങ്ങളുടെ കൂടെ ഒരു കാർബൺ ആറ്റമാണ് സംയോജിച്ചിരിക്കുന്നത്. ഈ ഫോർമുലയിൽ നിന്ന് എന്ത് മനസ്സിലായി? CCl4 കാർബണിന്റെ ഒരാറ്റവും ക്ലോറിന്റെ 4 ആറ്റങ്ങളുമാണ് വന്നിട്ടുള്ളത്. കാർബണിന്റെ 6 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പോ 6 എന്ന് പറയുമ്പോൾ 2 ആദ്യത്തെ ഷെല്ലിലും ബാക്കി 4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും വന്നു. ക്ലോറിൻ ആണെങ്കിൽ 17 ആണ്. അപ്പൊ 2, 8 പിന്നെ 7. ക്ലോറിൻ ആവശ്യം 1. കാർബണിന് ഒന്നുകിൽ ഈ 4 കളയണം അല്ലെങ്കിൽ 4 വാങ്ങണം. എന്തായാലും കാർബണിന് ഒരുപോലെ തന്നെയാണ്. കാരണം 4 കിട്ടിയാലും കുഴപ്പമില്ല, ഉള്ള 4 കളഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് കാർബൺ നിൽക്കുന്നത്. അപ്പോഴാണ് കാർബൺ ഒരു ക്ലോറിൻ ആറ്റത്തിനെ കാണുന്നത്. അപ്പൊ ക്ലോറിൻ വിചാരിക്കുകയാണ് വേറെ ഒരു മൊത്തം ഒരു 4 ക്ലോറിൻ, അതായത് ഇപ്പൊ ഒരു ക്ലോറിൻ ആയിട്ടുണ്ട്, വേറൊരു 3 കൂടി വന്നാൽ മൊത്തം 4 ആ 4 പേരുമായിട്ട് ഓരോ ഇലക്ട്രോണിന് ഷെയർ ചെയ്താൽ കാർബൺ ആറ്റത്തിനും 8 കിട്ടി, ക്ലോറിനും 8 കിട്ടി. അതെങ്ങനെയാ? അതായത് ക്ലോറിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 4 അപ്പൊ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലത്തെ ഓരോന്നിനും വീതം കാർബൺ 4 സൈഡിലും വെച്ചു കൊടുത്തു. അപ്പൊ അവിടെ വരുന്ന ഓരോ ക്ലോറിൻ ആറ്റങ്ങളും എന്ത് ചെയ്യുന്നു? ആ ക്ലോറിൻ ആറ്റങ്ങൾക്ക് ഓരോന്നിനും ആവശ്യമാണ് അല്ലെ. ഓരോ ക്ലോറിൻ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺ വീതം ആവശ്യമാണ്. അപ്പൊ ഇവർക്ക് ആവശ്യം ഒരെണ്ണാണ്. ആ ഒരെണ്ണം ഇവരിവിടെ വെച്ചു കൊടുത്തു, ഇങ്ങനെ വെച്ചു. ഇത് കാർബൺ ആണ്, ഇത് 4 ഏതൊക്കെയാണ്? ക്ലോറിൻ ആറ്റങ്ങൾ വീതമാണ്. അപ്പൊ ബാക്കി ഈ ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഓരോന്നിനെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്? ബാക്കി 6 ഇതുണ്ട്, അതുകൂടെ വരച്ചു കൊടുക്കുക. ഈ കാർബൺ ആറ്റം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 4 ഇലക്ട്രോൺസും 4 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഷെയർ ചെയ്തപ്പോ ഈ ക്ലോറിൻ ആറ്റങ്ങളും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഓരോ ഇലക്ട്രോൺസിന് പകരം ഷെയർ ചെയ്തു. അപ്പൊ എന്തായി? ഓരോ ക്ലോറിൻ ആറ്റങ്ങൾക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 8 ഇലക്ട്രോൺസ് വീതം ആയി. കാർബണിന് മൊത്തം നോക്കി കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 അപ്പോ അങ്ങനെ മൊത്തം ഈ 5 ആറ്റങ്ങൾക്കും സ്റ്റെബിലിറ്റി ലഭിച്ചു. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസും ആയി. അങ്ങനെ ഇതെന്തായി മാറി? കാർബൺ ടെട്രാ ക്ലോറൈഡ്. അതായത് 4 ക്ലോറിൻ ആറ്റങ്ങളാണ്. 4 ക്ലോറിൻ ആറ്റങ്ങളും ഒരു കാർബൺ ആറ്റവും കൂടി സംയോജിച്ചിട്ടാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന് നമുക്ക് എങ്ങനെയാണ് ഇതിൽ വരയ്ക്കാൻ പറ്റുക? എന്താ പറയാ, സിംബൽസ്. ഈ കോവലന്റ് ബോണ്ട് സിംബൽസിലൂടെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഒരു കാർബൺ ആറ്റമാണ് അല്ലെ. അപ്പൊ ഒരു കാർബൺ ആറ്റം, എത്ര Cl ആറ്റങ്ങളുണ്ട്? ക്ലോറിൻ ആറ്റങ്ങളുണ്ട് 4. അതുമായിട്ട് ഓരോരുത്തരുമായിട്ട് ഇത് നമ്മൾ തെറ്റിദ്ധരിക്കും. 4 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ 4 വരെയൊന്നും വരച്ചു വെക്കരുത്. ഈ ഓരോ കാർബൺ ആറ്റം ഓരോ ഇലക്ട്രോണുമായിട്ട് ഓരോ ജോഡി ഇലക്ട്രോൺസ് മാത്രമേ ഷെയർ ചെയ്യണുള്ളൂ. ഒരു ക്ലോറിൻ ആറ്റമായിട്ട് ഒരു ജോഡി, മറ്റേ ക്ലോറിൻ ആറ്റമായിട്ട് ഒരു ജോഡി അല്ലെ. ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ട് ഓരോ ജോഡി വീതമാണ്. അപ്പൊ ഓരോ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. മനസ്സിലായ?
ഈ കാർബൺ ആറ്റം ക്ലോറിൻ ആറ്റവുമായിട്ട് സിംഗിൾ ബോണ്ടാണ്. ഈ ക്ലോറിൻ ആറ്റമായിട്ട് സിംഗിൾ ബോണ്ട്, ഇതുമായിട്ട് സിംഗിൾ, ഇതുമായിട്ട് സിംഗിൾ. മനസ്സിലായോ? 4 വരെയൊന്നും ഇട്ട് വെക്കരുത്, 4 പെയറുണ്ടല്ലോ മൊത്തം എന്ന് വിചാരിച്ചിട്ടേ. മനസ്സിലായ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? The chemical bond formed as a result of the sharing of electrons between the combining atoms is called a covalent bond. ഇലക്ട്രോൺസ് ഷെയർ ചെയ്തുകൊണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നു, അതിനെ പറയുന്നതാണ്, അത്തരം കെമിക്കൽ ബോണ്ടിനെ പറയുന്നതാണ് കോവലന്റ് ബോണ്ട്. അപ്പൊ കോവലന്റ് ബോണ്ട് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞില്ല. ഇനി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ കോവലന്റ് ബോണ്ടിങ് ആർ കോൾഡ് കോവലന്റ് കോമ്പൗണ്ട്സ്. കോവലന്റ് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ, സംയുക്തങ്ങളെ പറയുന്ന പേരാണ് കോവലന്റ് കോമ്പൗണ്ട്സ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ the electron pairs shared in a covalent bond are attracted by both the combining atoms. In a covalent bond, the relative ability of each atom to attract the bonded pair of electrons towards itself is called electronegativity. കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരേ എലിമെന്റിന്റെ 2 ആറ്റങ്ങൾ തമ്മിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല, രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും. അതായത് എങ്ങനെയാണ് ഇവർ ചെയ്യണത്? സെന്ററിലായിരുന്നു അവർ വെച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ ഒരു ക്ലോറിൻ ആറ്റവും അടുത്ത ക്ലോറിൻ ആറ്റവും കൂടിയിട്ട് എന്താ ചെയ്യുക? ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ സെന്ററിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. അവർ സെന്ററിൽ വെച്ചിട്ട് 2 പേര് തമ്മിൽ ഷെയർ ചെയ്യാണ് ചെയ്യുക. അപ്പൊ എന്തുണ്ടാവും? 2 ക്ലോറിൻ ആറ്റംസ് തന്നെ ആയതുകൊണ്ട് ഇത് പ്രശ്നമില്ല, ഇതിന് കുഴപ്പമുണ്ടാവില്ല. അതേസമയം 2 വെവ്വേറെ ആറ്റങ്ങളാവുമ്പോ, വെവ്വേറെ എലിമെന്റ്സിന്റെ ആറ്റങ്ങളാവുമ്പോ, HCl നമ്മൾ കണ്ടു ഇല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എങ്ങനെയായിരുന്നു? H, Cl, 2 പേരും ഓരോന്നിനെ വീതം ഷെയർ ചെയ്തു. അങ്ങനെ നടുവിൽ 2 എണ്ണം വന്നു. ഇങ്ങനെ വരുമ്പോ വെവ്വേറെ എലിമെന്റ്സിന്റെ ആറ്റങ്ങള് ഷെയർ ചെയ്യുമ്പോ എന്താ ഉണ്ടാവുക? ചില ആറ്റങ്ങൾ ആ ഷെയർ ചെയ്തിരിക്കുന്ന 2 ഈ നടുവിൽ ഇങ്ങനെ നമുക്ക് ഇത് ഷെയർ ചെയ്തെടുക്കാം, പങ്കുവെച്ചെടുക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള ആ ഇലക്ട്രോൺസിന്റെ മേൽ അധികാരം കാണിക്കുക. അതായത് ആ ഇലക്ട്രോൺസിനെ സ്വന്തം ന്യൂക്ലിയസിന്റെ ഭാഗത്തേക്ക് ആകർഷിക്കും, കൂടുതലായിട്ട് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കാനുള്ള ആ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. Different types of electronegativity scales are proposed to compare the electronegativity of elements. ധാരാളം സ്കെയിൽസ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ വെച്ച് അമേരിക്കൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ലിനസ് പൗളിങ്ങിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ this is a relative scale with values for electronegativity of elements ranging from 0 to 4. 0 മുതൽ 4 വരെയാണ് അതിന്റെ റേഞ്ച്. അതിന്റെ ഇടയിലാണ് ഈ ഡിഫറെന്റ് എലമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വരുന്നത്. ഇൻ ദ സ്കെയിൽ ഫ്ലൂറിൻ ഇസ് എ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലിമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ്. അപ്പൊ ഫ്ലൂറിനുമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ആറ്റം കോവലന്റ് ബോണ്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ഷെയർ ചെയ്തിട്ട് നടുവിൽ നമുക്ക് 2 പേർക്ക് പകുതി എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടുവിൽ വെച്ചിട്ടുള്ളത് ഫ്ലൂറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഫ്ലൂറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള, മൊത്തത്തില് ഫ്ലൂറിന് എടുക്കാൻ പറ്റില്ല, ഫ്ലൂറിന്റെ ഭാഗത്തേക്ക് കുറച്ചൊന്ന് നീങ്ങുന്നുള്ളൂ. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലൂറിന്റെ ഭാഗത്തേക്ക് നീങ്ങും തോറും ഫ്ലൂറിന് ഒരു നെഗറ്റീവ് ചാർജ് കൂടും അല്ലെ. ഇലക്ട്രോൺസ് കൂടുമ്പോൾ നെഗറ്റീവ് ചാർജ് ഇത്തിരി കിട്ടും. അതേസമയം കൂടെ പെയർ ആയിട്ടുള്ളത് ആരാണോ ആ കോവലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേ എലിമെന്റ് ഏതാണോ അതിന്റെ അടുത്തുനിന്ന് അത് ഷെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇലക്ട്രോൺസ് കൂടിയാണ് പോയത്. അപ്പൊ അതിനൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പൊ ഇവിടെ പേജ് നമ്പർ 35 ഒരു പൗളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ട ഓരോന്നിന്റെയും ഹൈഡ്രജന്റെ 2.20, ലിത്തിയം 0.98, അങ്ങനെ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിന്റെ 3.98 ആണ് വരുന്നത്, ഓക്സിജന്റെ 3.44, നൈട്രജന്റെ 3.04, അങ്ങനെ ഓരോന്നിന്റെ എഴുതിയിട്ടുണ്ട് കേട്ടാ. വ്യത്യസ്ത എലിമെന്റ്സിന്റെ ആറ്റങ്ങൾ തമ്മിൽ കോവലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് സംയുക്തം ഉണ്ടാകുമ്പോ, കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള എലിമെന്റ് അതിന്റെ ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കും അല്ലെ. അപ്പൊ ഈ 2 എലിമെന്റ്സിലും ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ, ഇപ്പൊ നമുക്ക് സ്കെയിൽ ഉണ്ട് നമ്മുടെ കയ്യില്, അപ്പൊ അതിൽ ഓരോ എലിമെന്റ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണെന്ന് അതിലുണ്ട്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് 1.7 അല്ലെങ്കിൽ 1.7നേക്കാളും കൂടുതലാണെങ്കിൽ, ഡിഫറൻസ്
കൂടുതലാണെങ്കിൽ അത് കോവലന്റ് ബോണ്ടിങ് ആണെങ്കിൽ പോലും ആ കോമ്പൗണ്ട് അയോണിക് ആണെന്നാണ് പറയാ. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കാർബൺ മോണോക്സൈഡ്. കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആ സ്കെയിലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം 2.55 ആണ്. ഓക്സിജന്റെ ആണെങ്കിൽ 3.44. പിന്നെ ഡിഫറൻസ് എത്ര വരാ? 3.44 നിന്നും 2.55 മൈനസ് ചെയ്തപ്പോ എത്ര വരും അല്ലേ? 0.89 വന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകിൽ 1.7 അല്ലെങ്കിൽ അതിന്റെ മേലെ ഡിഫറൻസ് വന്നാൽ ആണ് ഈ കോമ്പൗണ്ട് അയോണിക് ആണെന്ന് പറയാം. ഇപ്പൊ ഡിഫറൻസ് എത്ര കിട്ടിയിരിക്കുന്നത്? 0.89 ആണ്. അപ്പൊ ഇത് ഈ കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് എന്താ? അയോണിക് അല്ല, കോവലന്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത നോക്കിയാൽ അടുത്ത സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന്റെ 0.93 അല്ലെ? ആ ഇതിൽ നോക്കിയാൽ കാണാം ടേബിളില്. അതേസമയം ക്ലോറിന്റെ എത്രയാണ്? 3.16 ആണ്. രണ്ടും കൂടി ഡിഫറൻറ്റ് മൈനസ് ചെയ്യുമ്പോൾ 2.23 കിട്ടും. അപ്പൊ 1.7നേക്കാളും മേലെയാണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ അങ്ങനെ ഓരോന്നും മീഥെയിൻ, മെഗ്നീഷ്യം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ് ഒക്കെ ആ ടേബിളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ കണ്ടുപിടിക്കുക. സുഖല്ലേ കണ്ടുപിടിക്കാനായിട്ട്? അടുത്ത് പോളാർ നേച്ചർ. അതന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഞാൻ ഇത്തിരി മുന്നേ ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ അത് പറഞ്ഞു എന്ന് മാത്രം. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ സ്വന്തം ന്യൂക്ലിയസിലേക്ക് ആകർഷിക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് ചാർജ് വരുന്ന ഒരു ചെറുതായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ വരുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് പോളാർ നേച്ചർ എന്ന് പറയുക. ഇപ്പൊ ഒരേ H2, N2, Cl2 അങ്ങനെയൊക്കെ ഒരേ ആറ്റങ്ങൾ തമ്മിലാണ് ഈ കോവലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവര് രണ്ടുപേരും ആ പങ്കുവെക്കപ്പെട്ട അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസിനെ ഒരേപോലെ തന്നെയാണ് ആകർഷിക്കുക. രണ്ടുപേർക്ക് ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്, ഒരേ വലിപ്പമാണ്, ഒക്കെ ഒന്നാണ്. അതേസമയം ഇപ്പൊ HCl പറഞ്ഞു, ഹൈഡ്രോക്ലോറിക് ആസിഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഹൈഡ്രജനേക്കാളും വളരെയധികം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അപ്പൊ ക്ലോറിന്റെ ഭാഗത്തേക്ക് ആ പങ്കുവെക്കപ്പെട്ട ഷെയർ ചെയ്യപ്പെട്ട ആ രണ്ട് ഇലക്ട്രോൺസിനെ ക്ലോറിൻ നന്നായിട്ട് അങ്ങോട്ട് ആകർഷിക്കും. അപ്പൊ ക്ലോറിന് എന്തുണ്ടാവും? ക്ലോറിൻ ആകർഷിക്കുന്ന ഈ രണ്ട് ഇലക്ട്രോൺസിലത്തെ ഒരെണ്ണം മാത്രം ക്ലോറിന്റെ സ്വന്തമായിട്ടുള്ള, ഒരെണ്ണം ഹൈഡ്രജന്റെയാണ്. അപ്പോ ഹൈഡ്രജന്റെ ഇലക്ട്രോണും കൂടി ഇങ്ങോട്ട് വരുമ്പോ ക്ലോറിന് ഒരു ചെറുതായിട്ടൊരു നെഗറ്റീവ് ചാർജ് വരും. അതിനെന്താ പറയാ? ഡെൽറ്റ നെഗറ്റീവ് എന്നാണ് അതിനെ പറയാ. അതിനൊരു സിമ്പിൾ ഉണ്ട്, കണ്ടില്ലേ? ആ സിമ്പിൾ ഇട്ടിട്ട്, അതായത് ഒരു 8 എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതും. ഡെൽറ്റ നെഗറ്റീവ് ക്ലോറിന് കിട്ടും. അതേസമയം ഹൈഡ്രജന് ഉണ്ടായിരുന്ന ആകപ്പാടുണ്ടായിരുന്ന ഒരു ഇലക്ട്രോണും കൂടിയിട്ടാണ് ക്ലോറിന് വലിച്ചുകൊണ്ട് പോണത്. അപ്പൊ ഹൈഡ്രജൻ എന്തായി? ഉള്ള ഇലക്ട്രോണും കൂടി പോണില്ല മുഴുവനായിട്ടും ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോവാണ്. അപ്പൊ ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഹൈഡ്രജൻ ഒരു ഡെൽറ്റ പോസിറ്റീവ് ആണ് എന്ന് പറയും. അങ്ങനെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാ? HCl. ഇങ്ങനെയാണ് അവരെ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണ് അല്ലെ? ഒരു ലൈന വരുന്നുള്ളൂ, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആണ്. പക്ഷെ ഹൈഡ്രജന് ഒരു പോസിറ്റീവും കിട്ടി, ക്ലോറിനാണെങ്കിൽ ഒരു ഡെൽറ്റ നെഗറ്റീവും കിട്ടി. സച്ച് കോമ്പൗണ്ട്സ് ഹാവിംഗ് പാർഷ്യൽ ഇലക്ട്രിക്കൽ ചാർജസ്. ഇങ്ങനെ ഭാഗികമായിട്ട് പാർഷ്യൽ ആയിട്ട് ഇലക്ട്രിക് ചാർജ് ഉള്ള ഒരു വിതിൻ ദ മോളിക്യൂൾസ്, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഭാഗികമായിട്ട് ഇലക്ട്രിക് ചാർജ് വരുന്ന ഈ കോമ്പൗണ്ട്സിനെ പറഞ്ഞാണ് പോളാർ കോമ്പൗണ്ട്സ്. നമ്മൾ അയോണിക് കോമ്പൗണ്ട്സും കോവലന്റ് കോമ്പൗണ്ട്സും പഠിച്ചു കഴിഞ്ഞു അല്ലെ? കോവലന്റ് ബോണ്ടിങ്ങിലൂടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിൽ തന്നെ ചില കോമ്പൗണ്ട്സ് അയോണിക് ആയിരിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ രണ്ടിന്റെയും ഇങ്ങനെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അയോണിക് കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ടും സോളിഡ്സ് ആയിരിക്കും. അതേസമയം കോവലന്റ് കോമ്പൗണ്ട്സ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിയസ് സ്റ്റേറ്റിലൊക്കെ കാണുന്നുണ്ട്. ഇനി അയോണിക് കോമ്പൗണ്ട്സ് ജനറലി സോളിയബിൾ ഇൻ വാട്ടർ. അപ്പൊ അയോണിക് കോമ്പൗണ്ട്സ് നമ്മൾ സാധാരണയായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന കോമ്പൗണ്ട്സ് ആയിരിക്കും. നമ്മളിപ്പോ തന്നെ ഒരെണ്ണം പറഞ്ഞില്ലേ, ഏതായിരുന്നു? സോഡിയം ക്ലോറൈഡ്. അത് അയോണിക് ആയിരുന്നു കോമ്പൗണ്ട് അല്ലെ? കോവലന്റ് ബോണ്ടിങ്ങിലാണെങ്കിൽ പോലും അത് അയോണിക് ആണ് അതിന്റെ കോമ്പൗണ്ട്. കാരണം രണ്ടിനും തമ്മിൽ ഡിഫറൻസ് 1.7നേക്കാളും മേലെ വരുന്നുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് നോക്കുമ്പോൾ. അപ്പൊ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അപ്പൊ സാധാരണയായിട്ട് അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം ജനറലി സോളിയബിൾ ഇൻ വാട്ടർ. അതേസമയം കോവലന്റ് കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത ജനറലി ഇൻസോളിയബിൾ ഇൻ വാട്ടർ,
വെള്ളത്തിൽ ലയിക്കാറില്ല. അതേസമയം സോളിയബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ഉണ്ട്, ലൈക്ക് കെറോസിൻ, CCl4, അതായത് കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ വെള്ളത്തിലേക്കും, ബാക്കിയൊന്നും ജനറലി ഇൻസോളിയബിൾ ഇൻ വാട്ടർ. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ എന്തിട്ടാണ്? കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വയസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്സ്. ഉരുകിയ അവസ്ഥയിലോ, മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുകിയ അവസ്ഥ, ഈ ഖരം ഉരുകുക. അതല്ലെങ്കിൽ പിന്നെ അക്വയസ് സ്റ്റേറ്റ്, വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടുള്ള ലായനി, അതിൽ രണ്ടിലൂടെയും കറന്റ് കടത്തിവിടും. അതേസമയം കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് ജനറലി നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടില്ല. ഇനി ഇത് മെൽറ്റിംഗ് പോയിന്റ് ഓർ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ടിന്റെ ഹൈ ആയിരിക്കും, അതേസമയം കോവലന്റ് കോമ്പൗണ്ട്സിന്റെ യൂഷ്വലി ലോ ആയിരിക്കും. അടുത്ത ടോപ്പിക് വളരെ ഈസിയാണ്, വാലൻസി. നമ്മൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ വാലൻസ് ഷെൽ എന്നും പറയും. ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, അതായത് ഒരു ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ, അതായത് 8 ഇലക്ട്രോൺസ് തികയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര ഇലക്ട്രോൺസിന് കിട്ടിയാലാണ്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് പോയാലാണ് അതിന് സ്ഥിരത കിട്ടുക, അല്ലെങ്കിൽ ഈ സ്റ്റെബിലിറ്റി കിട്ടുക? ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് വാലൻസി, ഒരു എലിമെന്റിന്റെ വാലൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് or gained or shared, അല്ലെങ്കിൽ ഷെയർ ചെയ്തത് by an atom during chemical reaction is its valency. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സമയത്ത് എത്ര ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തു, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ടാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടന്നത് എങ്കിൽ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. പേജ് നമ്പർ 37 ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ NaCl, അതായത് NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡില് ഏതൊക്കെയാണുള്ളത്? സോഡിയവും ക്ലോറിനും ഉണ്ട്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിന്റെ ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ഇനി വരെ 2, 8, 1 വരും. അപ്പൊ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ആണുള്ളത്. അപ്പൊ അതിന് എന്ത് വേണം? അതിന് 7 ഇലക്ട്രോൺസിനെ വാങ്ങുകയാണോ ഭേദം, അതോ ഈ ഒരെണ്ണത്തിനെ കളയാണോ നല്ലത്? ഒരെണ്ണത്തിനെ കളയണതാണ് നല്ലത് അല്ലേ? അപ്പൊ അതിന്റെ ബാലൻസ് എത്രയാ? 1. അതായത് 8 ഇലക്ട്രോൺസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവാൻ എത്ര എണ്ണത്തിനെ കൊടുക്കണം, അല്ലെങ്കിൽ എത്ര എണ്ണം വാങ്ങണം, അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് ഷെയർ ചെയ്യണം, അതാണ് ബാലൻസി. അപ്പൊ സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിന്റെ വാലൻസി 1 ആണ്. ഇനി ക്ലോറിന്റെ വാലൻസി എത്രയാ വരണേ? ക്ലോറിന്റെ 17 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 2,8,7 അങ്ങനെയാണ് അതിന്റെ കോൺഫിഗറേഷൻ വരെ. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7. അപ്പൊ അതിന് ഈ 7 എണ്ണത്തിനെ കളയണയിൽ എളുപ്പം ഒരെണ്ണത്തിനെ വാങ്ങുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ ബാലൻസ് എത്രയാ? 1 തന്നെ. മനസ്സിലായില്ലേ? ഒരെണ്ണത്തിന് കിട്ടിയാൽ മതി, അതിന് മറ്റേനാണെങ്കിൽ ഒരെണ്ണത്തിനെ കൊടുത്താൽ മതി. അപ്പൊ അതാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഇനി MgO, മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ 12 ആണ് അറ്റോമിക് നമ്പർ. 2,8,2 അങ്ങനെ വരും. 12 ആകുമ്പോൾ 2,8,2 അങ്ങനെയാണ് അതിന്റെ ഷെല്ലില് ക്രമീകരിക്കുക. അപ്പോ അതിന്റെ ലാസ്റ്റ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരും. അപ്പോ അതിന്റെ ബാലൻസ് എത്രയാ? 2. ആ 2 എണ്ണത്തിനെ കളയല്ല അതിന് എളുപ്പം. അതേസമയം ഓക്സിജന്റെ 8 ആണ്. അപ്പൊ 2,6 എന്ന് വരും. അപ്പൊ 6 എണ്ണം ഏറ്റവും പുറത്ത് വരുമ്പോ ഓക്സിജൻ 2 എണ്ണത്തിനെ വാങ്ങണം. അപ്പൊ ഓക്സിജന്റെ വാലൻസി 2 ആണ്. ഇനി HF എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഹൈഡ്രജന് ഒരെണ്ണത്തിനെ കൊടുക്കണം. ഫ്ലൂറിനാണെങ്കിൽ 8 ആണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ 2,7 എന്ന് വരും. ആ 7 ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലില്. ഫ്ലൂറിന് ഒരെണ്ണത്തിനെ വാങ്ങണം. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി 1, ഫ്ലൂറിന്റെ വാലൻസി. കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ 2, 4 ഇങ്ങനെയാണ് വരാൻ അല്ലെ. അപ്പോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. അപ്പോ കാർബണിന്റെ വാലൻസി എത്രയാ? 4 അല്ലെ. 4 എണ്ണത്തിന് കിട്ടണം, അല്ലെ 4 എണ്ണം പോണം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാലും 4 തന്നെയാണ് കാർബണിന്റെ വാലൻസി. അതേസമയം Cl, ക്ലോറിന്റെ 17 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇങ്ങനെ വരും 2, 8 ബാക്കി 7 വന്നു. അപ്പോ ക്ലോറിന് ഒരെണ്ണത്തിന് കിട്ടണം അല്ലെ. അപ്പൊ 1, ക്ലോറിന്റെ 1 ആണ് വാലൻസി വരാം. അപ്പൊ മനസ്സിലായില്ലേ? വാലൻസി കണ്ടുപിടിക്കാനൊക്കെ സുഖല്ലേ? അറ്റോമിക് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു എങ്ങനെയും ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഏതൊക്കെ എലിമെന്റ്സ് വരുന്നുണ്ട് ആ എലിമെന്റ്സിന്റെ നിങ്ങൾക്ക് ഹിന്റ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും അതിന്റെ അറ്റോമിക് നമ്പർ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ എഴുതാൻ അറിഞ്ഞാൽ മതി. 2, 8, 18 അങ്ങനെ പോകും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ആ
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് വരുന്നത് എത്രയാണെന്നാണ് ശരിക്കും അറിയണ്ടേ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ലെസൺ ഏതാണ്ട് മുഴുവൻ കിട്ടും.